പലരും ചോദിക്കുന്ന ചോദ്യമാണ് ബിഗിനേഴ്സിന് പറ്റിയ ബുക്കുകൾ, നോവലുകൾ ഏതൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യാവുന്ന. ചോദ്യം എളുപ്പമാണെങ്കിലും എൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ശരിയാകണമെന്നില്ല. കാരണം എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടങ്ങൾ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇതെല്ലാം നമ്മുടെ വായനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ഒരു റൈറ്റ് ബുക്ക് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വായനയ്ക്ക് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയത്ത് ആദ്യം നമുക്കൊരു 5-10 മിനിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിർബന്ധമായിട്ടും ഞാൻ ആ മിനിറ്റിൽ വായിക്കും എന്ന് ഉറപ്പിക്കുക. ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെക്കുക. അതുപോലെ തന്നെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു 10-15 ബുക്ക് സെല്ലേഴ്സ്, ബുക്ക് റൈറ്റേഴ്സ്, പിന്നെ റിവ്യൂ പറയുന്നവരെയൊക്കെ ഫോളോ ചെയ്യുക. അവരൊക്കെ നമ്മളെ അറിയാതെ പോലെ നമ്മൾ ആ ബുക്കിനെ പറ്റി അറിയാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരു നമുക്കൊരു മോട്ടിവേഷൻ പോലെ അത് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഇഷ്ടപ്പെടുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ത്രില്ലറാണോ, ഫാൻറ്റസി ആണോ, റൊമാൻസ് ആണോ, അതോ ഡോക്യുമെൻ്ററിക്കാണോ, ഹിസ്റ്റോറിക്കാണോ? ഇത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനെ മനസ്സിലാക്കാൻ സഹായിക്കും. അതിനുശേഷം വളരെ പേജുകൾ കുറഞ്ഞ് 100 പേജ്, 150 പേജിനകത്തൊക്കെ വരുന്ന ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. അതിൽ നിന്ന് 1-2 എടുത്ത് സെലക്ട് ചെയ്ത് വായിച്ച് നോക്കുക. മാക്സിമം ഒരു ലൈബ്രറിയിൽ പോവുക. ലൈബ്രറി അല്ലെങ്കിൽ ഈ ബുക്ക് വിൽക്കുന്ന ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് ആദ്യത്തെ 1-2 പേജ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതെനിക്ക് കംഫർട്ടാണ്, ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് വായിക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഒരു 150 പേജിനുള്ളിൽ വരുന്ന കുറച്ച് നോവലുകൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു മൂഡെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ, ഹാർട്ട് ഫെൽറ്റ്, ലവ്, റിലേഷൻ, നൊസ്റ്റാൾജിയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ബാല്യകാല സഖികൾ ഏകദേശം 100 പേജുകളെ അത് വരുന്നുള്ള അത് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വലിയ ഹാർട്ട് ബ്രേക്കിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വായിക്കാവുന്നതാണ് മോഹനൻ്റെ. ഇപ്പോൾ അത് വളരെ ട്രെൻഡിങ്ങിൽ പോകുന്ന ബുക്കാണ്. ഇനി രണ്ടാമത് ത്രില്ലിങ്, മിസ്റ്ററി ഒക്കെ ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ബുക്കുകൾ വായിച്ചു നോക്കുക. ഫ്രാൻസിസ് ഇട്ടിക്കോര, പിന്നെ TD രാമകൃഷ്ണൻ്റെ ഉള്ളറകൾ. ആൽക്കെമിസ്റ്റ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനുണ്ടായിരിക്കും. പിന്നെ അതിലൊരു ത്രില്ലുണ്ട്, അഡ്വഞ്ചറൊക്കെ ഉണ്ട്. ടൈമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് തോട്ടത്തിലെ അതിഥികളോ അങ്ങനെ 7 മങ്കീസൊക്കെ വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള ചെറിയ ചെറിയ കഥകൾ വായിക്കാനാണ് ഇഷ്ടം എങ്കിൽ ബഷീറിൻ്റെ കഥകളാണ് കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, പാത്തുമ്മയുടെ ആട്, പൂവമ്പഴം, ഇതൊക്കെ നല്ല ഓപ്ഷൻസാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്ന സംഭവങ്ങളാണ്, ഫിലോസഫിക്കൽ, ഡീപ്പ്, മീനിങ് ഫുള്ളൊക്കെയുള്ള കഥകളാണ് വേണ്ടതെങ്കിൽ രണ്ടാമൂഴം ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, MTയുടെ പാതിരാപ്പൂവ്. നൊസ്റ്റാൾജിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം വായിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബാല്യകാല സ്മരണകൾ വായിക്കാവുന്നതാണ്. പക്ഷേ ഇത് രണ്ടും ഒരു തുടക്കക്കാർക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. പിന്നെ ഇൻസ്പിറേഷണൽ, മോട്ടിവേഷണലൊക്കെയാണ് വേണമെങ്കിൽ ആടുജീവിതം വായിക്കാവുന്നതാണ്, എൻ്റെ കഥ വായിക്കാവുന്നതാണ്. ആടുജീവിതമൊക്കെ പേജ് കുറച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് മാത്രം വായിച്ചു തീർക്കാവുന്ന ബുക്കാണ് കേട്ടോ. ബെന്യാമിൻ്റെ എല്ലാ ബുക്കിനും ആ ഒരു മാജിക് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ക്ലാസിക് നോവലുകൾ ഇഷ്ടമാണെങ്കിൽ പണ്ട് പഠിച്ച് മറന്നതൊക്കെ തിരികെ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തകഴിയുടെ കയറ്, നെല്ല്, ഓടയിൽ നിന്ന്, ഇതൊക്കെ വായിക്കാവുന്നതാണ്. ചെമ്മീൻ. പിന്നെ ഇപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സ് എന്നും പറഞ്ഞ് ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ. റാം കെയർ ഓഫ് ആനന്ദി, മെർക്കുറി ഐലൻഡ്, ഏഴാം ഭ്രാന്തൻ, പ്രേമനഗരം, മഞ്ഞവിൽ മരണങ്ങൾ, മുത്തച്ഛൻ, ഇതൊക്കെ വായിച്ച് ട്രൈ ആവുന്നതാണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ഒരുപോലെ ആയിരിക്കില്ല എന്നത് എല്ലായ്പ്പോഴും ഓർത്ത് വെക്കുക. ഈ ഇരിക്കുന്ന ബുക്കുണ്ട്, ദ വേസ്റ്റ് തിങ് അബൌട്ട് മൈ സിസ്റ്റർ. ഇതാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്. ഈ അടുത്താണ് നടന്ന ഒരു ബുക്ക് ഫെസ്റ്റിനാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിക്കുന്നത് കേട്ടോ. 200 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ആമസോൺ ഇപ്പോഴത്തെ പ്രൈസ് 366 രൂപയാണേ. ചെറുപ്പകാലത്ത് ഞാനും എൻ്റെ ചേച്ചിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഈ ബുക്ക് പറയുന്നത്. ശരിക്കും അങ്ങനെ പകർത്തി വെച്ചേക്കുവാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ വായിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ബുക്ക് ചൂസ് ചെയ്യുക.